നമസ്കാരം. നമ്മുടെ രക്ഷിതാക്കൾക്ക് മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ സ്കൂളിൽ ചേർക്കേണ്ട പ്രായത്തിനെക്കുറിച്ച് LKG-യിലേക്കാകുമ്പോൾ അത് 3.5 ആണോ 3 വയസ്സാണോ 4 വയസ്സാണോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരുപാട് ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. അത് വർഷങ്ങളായിട്ടുള്ളൊരു കാര്യമാണ്. പണ്ടുകാലത്ത് 60-കളിലും 70-കളിലും 80-കളിലുമൊക്കെ കുട്ടികളെ 5 വയസ്സാകുമ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് 1-ാം ക്ലാസ്സിലേക്ക് പ്രവേശിപ്പിക്കുമായിരുന്നു. അതിനുശേഷം നമ്മൾ നഴ്സറി എന്ന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നതും പിന്നെ അംഗനവാടികളായിട്ടും കിൻഡർഗാർട്ടനുകളായിട്ടും ഒക്കെ രാജ്യത്തുടനീളം ഇത്തരം സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം NEP 2020 വന്നതോടുകൂടി ബാലവാടി എന്ന രീതിയിൽ ആദ്യത്തെ 3 വർഷം കുട്ടികൾ യഥാർത്ഥത്തിൽ KG തലത്തിൽ പഠിച്ചിരിക്കണമെന്നുള്ളതാണ്. 5+3+3+4 എന്ന സിസ്റ്റമാണ് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് NEP 2020 പ്രകാരം. ഈ NEPക്ക് മുൻപ് 1986-ൽ NPE 1986 നാഷണൽ പോളിസി ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അത് രാജ്യത്താകെ മാനം 10+2 സിസ്റ്റമായിരുന്നു. തുടർച്ചയായിട്ട് 10-ാം ക്ലാസ് വരെ പഠിക്കുന്നു. അതിന് നമ്മൾ പക്ഷേ പ്രൈമറി എന്നും സെക്കൻഡറി എന്നോ ഹയർ സെക്കൻഡറി എന്നോ ഹൈസ്കൂൾ എന്നോ ഒക്കെ പറയുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറി ഫൗണ്ടേഷൻ സ്റ്റേജ് എന്നും പ്രൈമറി സ്റ്റേജ് എന്നും മിഡിൽ ക്ലാസ് എന്നും സെക്കൻഡറി ലെവലെന്നും ആയിട്ട് മാറിയിട്ടുണ്ട്. ആദ്യത്തെ ഫൗണ്ടേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് ആണ് ഈ 5 ഇയേഴ്സ് 3 to 8 ഏജ് 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കാലഘട്ടം. അതിൽ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള ആദ്യത്തെ 3 വർഷക്കാലം കുട്ടികൾ കിൻഡർഗാർട്ടനുകളിൽ പഠിച്ചിരിക്കണം, ബാലവാടികളിൽ പഠിച്ചിരിക്കണം, അംഗനവാടികളിൽ പഠിച്ചിരിക്കണം. അത് KG LKG എന്ന തരത്തിൽ നാമകരണം ചെയ്തിട്ടുണ്ട്. നമ്മൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ആണെങ്കിൽ അത് LKG MKG UKG ആണ്. ലോവർ KG മിഡിൽ KG അപ്പർ KG എന്നുള്ള രീതിയിലാണ്. നമുക്ക് സ്വാഭാവികമായിട്ടും LKG കഴിഞ്ഞിട്ട് പിന്നൊരു മിഡിൽ KG എന്നുള്ളത് സ്വീകാര്യമായിരിക്കില്ല. അതുകൊണ്ടാകണം നമ്മളെല്ലാവരും തന്നെ അഥവാ ജ്യോതി സെൻട്രൽ സ്കൂൾ തന്നെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് അഭിമാനപൂർവ്വം എനിക്ക് പറയാൻ കഴിയും. കാരണം ഈ 3 വർഷക്കാലം പഠിപ്പിക്കുക എന്ന് പറയുന്നൊരു സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നത് 2004 മുതൽ ഞങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്തൊരു കാര്യമാണ് എന്ന് തീർച്ചയായിട്ടും അഭിമാനത്തോടെ ഓർക്കുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ യഥാർത്ഥത്തിൽ 6 വയസ്സിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ കുട്ടികളെ ചേർക്കുക എന്ന രീതിയിലാണ് ഞങ്ങളുടെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം സ്കൂൾ കിൻഡർഗാർട്ടൻ തലത്തിൽ തുടക്കം മുതൽ നടന്നിരുന്നത്. എന്നാൽ 1986-ൽ ഈ NEP വന്ന സമയത്തുമൊക്കെ 10+2 സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ തന്നെ രാജ്യത്ത് സ്കൂൾ വിദ്യാഭ്യാസം സാർവത്രികവും സൗജന്യവുമാക്കണമെന്നുള്ളത് ജവഹർലാൽ നെഹ്റു മുതലുള്ളവരുടെ സ്വപ്നമായിരുന്നു. നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന ഇന്ദിരാഗാന്ധി ആകട്ടെ രാജീവ് ഗാന്ധി ആകട്ടെ അല്ലെങ്കിൽ പലപ്പോഴായിട്ട് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിമാരായിരുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരായിരുന്നവരൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും 2009-ലാണ് അത് നിലവിൽ വന്നത്. RT ആക്ട് എന്ന പേരിൽ റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷണൽ ആക്ട്. അത് 2009 ലോക്സഭയിലും അത് കഴിഞ്ഞ് രാജ്യസഭയിലും പാസ്സാകുകയും 2011 രാഷ്ട്രപതി ഒപ്പുവെക്കുകയും അങ്ങനെ നമ്മുടെ രാജ്യത്ത് ഒട്ടാകെ എലിമെൻ്ററി എഡ്യൂക്കേഷൻ, അതായത് 8-ാം ക്ലാസ് വരെ കുട്ടികളുടെ സ്കൂൾ വിദ്യാഭ്യാസം നിർബന്ധിതവും സൗജന്യവുമാക്കിയിട്ടുണ്ട്. ഫീസ് വാങ്ങാതെ ആയിരിക്കണം സർക്കാർ സ്കൂളുകളിൽ പഠിപ്പിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും അൺഎയ്ഡഡ് സ്കൂളുകളിലായിരുന്നാലും കുട്ടികൾ ആനുപാതികമായിട്ടുള്ള സൗകര്യങ്ങൾക്കനുസരിച്ചുള്ള ഫീസ് ഈടാക്കി വേണം പഠിപ്പിക്കേണ്ടത്. എന്ത് തന്നെ ആയിരുന്നാലും കുട്ടികൾ 8-ാം ക്ലാസ് വരെ എലിമെൻ്ററി എഡ്യൂക്കേഷൻ പൂർത്തിയാക്കിയിരിക്കണം എന്നുള്ളത് കർശനമാക്കിയിട്ടുണ്ട്. 14 വയസ്സ് വരെ, 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ, അതായത് 6 വയസ്സിലാകുമ്പോഴാണ് കുട്ടികളെ 1-ാം ക്ലാസ്സിൽ ചേർക്കേണ്ടത്. ഇപ്പോൾ പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നപ്പോൾ അത് 7 വയസ്സെന്ന രീതിയിലാണ് അതിൽ സൂചിപ്പിച്ചിട്ടുള്ളതെങ്കിലും 6 വയസ്സ് എന്നുള്ളത് പോലും ഇതുവരെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും നടപ്പിലായിട്ടില്ല. കേരളത്തിൽ പല വർഷങ്ങളിലും ഇത് ചർച്ച ചെയ്യാറുണ്ടെങ്കിലും ഓരോ വർഷവും അത് നീട്ടിവെക്കുകയും 5 വയസ്സിൽ തന്നെ കുട്ടികളെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പ്രവേശിപ്പിക്കുവാനായിട്ട് തീരുമാനമെടുക്കാറുണ്ട്. ഇതൊന്നും തെറ്റായിട്ട് ഞാൻ വ്യാഖ്യാനിക്കുകയല്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത് കൂടി എല്ലാവരും അറിയുക.
എൻ്റെ 38 വർഷത്തെ വിദ്യാഭ്യാസ രംഗത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലും എൻ്റെ സ്വന്തം സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഓർമ്മകളിൽ നിന്നും സൂചിപ്പിക്കുന്നതാണ്. കുട്ടികൾക്ക് 4 വയസ്സ് പൂർത്തിയായാൽ മാത്രമേ അവർക്ക് എഴുതാൻ സാധിക്കാറുള്ളൂ. വെൻ ദേ ബോൺ ദേ ക്യാൻ ഈസിലി ലിസൺ. ദേ ആർ ലിസണിങ് ഈവൻ ഫ്രം ദെയർ വൂംബ് ഓർ ഈവൻ ദേ ആർ ഇൻ ദെയർ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് യഥാർത്ഥത്തിൽ അവർ തീർച്ചയായിട്ടും അമ്മയുടെ വയറ്റിൽ പാട്ട് പാടി കേൾപ്പിച്ചാൽ അല്ലെങ്കിൽ അമ്മ കേൾക്കുന്ന പാട്ട് കുട്ടികൾ കേൾക്കുന്നു എന്നുള്ളതാണ്. അമ്മ കേൾക്കുന്ന മറ്റ് സൗണ്ട്സ്, അല്ലെങ്കിൽ അമ്മ വായിക്കുന്ന ബുക്സ്, അല്ലെങ്കിൽ അമ്മ ഉപയോഗിക്കുന്ന മൊബൈല്, അല്ലെങ്കിൽ അമ്മ ഉപയോഗിക്കുന്ന ലാപ്ടോപ്സ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയാസ്, ഇവിടെ എല്ലാം ഒരു ഇൻഫ്ലുവൻസ് കുഞ്ഞ് ആയിട്ട് ജനനം എടുക്കുന്നതിന് മുൻപുള്ള 3 മാസം മുതൽ 9 മാസക്കാലം കുട്ടിയിലേക്ക് ഇത് സന്നിവേശിപ്പിക്കപ്പെടുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളിപ്പോൾ 5G യുഗത്തിൽ ജനിക്കുന്നു എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അവർ ടെക്നോളജിയുടെ മടിത്തട്ടിലാണ് കുഞ്ഞുങ്ങൾ പിറന്നു വീഴുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമ്മൾക്ക് 1Gയെക്കുറിച്ചോ 2Gയെക്കുറിച്ചോ 3Gയെക്കുറിച്ചോ 4Gയെക്കുറിച്ചോ ഒന്നും അറിയില്ല. പഴയ 2G സ്പെക്ട്രം അഴിമതിയെക്കുറിച്ചൊക്കെ നമുക്ക് കേട്ടറിവുണ്ടെന്നുള്ളതല്ലാതെ എന്താണ് ഈ 2G എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ 3G കൊണ്ട് ഉദ്ദേശിച്ചതെന്നൊന്നും അറിയില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് 4G എന്താണെന്ന് അടുത്ത കാലത്ത് വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. 5G വന്നപ്പോഴേക്കും നമ്മുടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെ എല്ലാം സ്പീഡ്, കമ്മ്യൂണിക്കേഷൻ്റെ വേഗത, ഇവയെല്ലാം നമ്മൾ പണ്ട് ട്രങ്ക് ബുക്ക് ചെയ്ത് ഫോൺ ചെയ്തിരുന്നൊരു കാലഘട്ടം പഴയ പ്രായമുള്ള ആൾക്കാർക്ക്, എന്നെപ്പോലുള്ളവർക്ക് ഒക്കെ ഓർമ്മയുണ്ടാകും, വിദേശങ്ങളിലേക്കും അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിലേക്കും. ഇപ്പം നമുക്ക് മൊബൈൽ എടുത്ത് വെച്ച് ഏത് രാജ്യത്ത് വേണമെങ്കിലും വിളിക്കാം, ഒരു കാലതാമസമില്ല. നെക്സ്റ്റ് സെക്കൻഡിൽ കണക്ട് ചെയ്ത് നമ്മൾ സംസാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഡിജിറ്റൽ യുഗത്തിലാണ് കുഞ്ഞുങ്ങൾ പിറന്നു വീഴുന്നത്, അവരെ പഠിപ്പിക്കുന്നതായ അധ്യാപകരുടെ ചുമതല അധ്യാപകർ നിർവഹിക്കേണ്ടി വരുന്നത്. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ലിസൺ ചെയ്യാൻ കഴിയും. അവർക്ക് റീഡിങ്, സ്പീക്കിംഗ്, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, ഈ 3 സോഫ്റ്റ് സ്കിൽസും വളരെ വേഗത്തിൽ കുട്ടികൾ സ്വായത്തമാക്കും. അതിന് പരമാവധി 9 മാസം വരെയോ അല്ലെങ്കിൽ 1 വയസ്സ് വരെയോ സമയം മതി. അപൂർവമായിട്ട് ആൺകുട്ടികൾ സാധാരണ രീതിയിൽ അവരുടെ മൈൽ സ്റ്റോൺസ് 4 മാസം മുതൽ 6 മാസം വരെ വൈകാറുള്ളത് കൊണ്ട് ഒരുപക്ഷെ 1.5 വയസ്സ് വരെ എടുക്കാറുണ്ട് കുട്ടികൾ സംസാരിക്കാൻ, സ്പീക്കിംഗ് എബിലിറ്റി അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ. അത്യപൂർവമായിട്ട് 4 വയസ്സ് വരെ പോലും താമസം വരാറുണ്ട് ആൺകുട്ടികളുടെ കാര്യത്തിൽ. അത്യപൂർവമായിട്ട് പെൺകുഞ്ഞുങ്ങളുടെ മറ്റെന്തെങ്കിലും ടങ് ടൈ എന്ന് പറയുന്ന രീതിയിലുള്ള ഇഷ്യൂസ് വരുമ്പോൾ അപൂർവമായിട്ട്. ഇവയെല്ലാം ഡെവലപ്പ് ചെയ്താലും റൈറ്റിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാറില്ല. റൈറ്റിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ മിനിമം 4 ഇയേഴ്സ് വേണ്ടി വരുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അത് രക്ഷിതാക്കൾ മനസ്സിലാക്കുക. അതിന് റൈറ്റിംഗ് സ്കില്ലിന് കുട്ടികൾക്ക് വേണ്ടത് അവരുടെ ഫിംഗർ കോർഡിനേഷൻ. നമ്മൾ പേന പിടിച്ച് എഴുതുമ്പോൾ ആ പേന അല്ലെങ്കിൽ പെൻസിൽ പിടിച്ച് എഴുതാനുള്ള ഫിംഗർ അതിൽ കൃത്യമായിട്ട് 3 വിരലുകൾക്കുള്ളിൽ നിർത്താൻ അവർക്ക് കഴിയണം. അതിനുള്ള സ്റ്റെബിലിറ്റി വേണം, കുട്ടികളുടെ പേശീബലം വേണം. അപ്പോൾ ആ വിരലുകളുടെ പേശീബലം, ഫിംഗർ കോർഡിനേഷൻ വേണം, മസിൽ കോർഡിനേഷൻ വേണം, ഐ കോർഡിനേഷൻ വേണം. എഴുതണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് അവരുടെ റൈറ്റിംഗ് സ്കില്ലിന് വേണ്ടിയിട്ട് ഐ കോർഡിനേഷനും നിർബന്ധമാണ്. ദെൻ ബ്രെയിൻ കോർഡിനേഷൻ വേണം. എന്താണ് എഴുതാൻ പോകുന്നത്? ആൽഫബറ്റ്സ് ആണോ, നമ്പേഴ്സ് ആണോ, മറ്റ് തുടർന്ന് പഠിച്ചു വരുമ്പോഴേക്കും എഴുതേണ്ടത് എന്താണെന്നുള്ളതും എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത്തരം കോർഡിനേഷൻസ് എല്ലാം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കുട്ടിയെക്കൊണ്ട് എഴുതാൻ കഴിയുകയുള്ളൂ. ഇനിയും ഒരുപാടുണ്ട് പറയാൻ. ഞാൻ അടുത്ത വീഡിയോയിലേക്ക് അത് ബാക്കിയുള്ളത് കൂടെ പറയാം. തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ കൂടെ നിങ്ങൾ കേൾക്കുക. താങ്ക് യു.